ഹായ്. അപ്പം ഇന്ന് പരിപ്പും പ്രഥമൻ ഉണ്ടാക്കാം. പരിപ്പും പ്രഥമൻ, പരിപ്പ് പായസം ആ സംഭവമല്ലേ? അതന്നെ. ദേശേട്ടൻ എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. പക്ഷേ എനിക്ക് ഉണ്ടാക്കാൻ മടി കാരണം ഞാൻ ഉണ്ടാക്കാറില്ല. ഇന്ന് പക്ഷേ ഉണ്ടാക്കി കൊടുക്കാം. കുറേ ദിവസമായില്ലേ? പാവല്ലേ? അപ്പം ഇന്ന് ഉണ്ടാക്കി കൊടുക്കാം. ശർക്കര ഇത്ര ശർക്കര ഓവറാണോ ഇത് കമ്മിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരു 3 ഇത് ഇട്ടിട്ടുണ്ട്. നോക്കാം. ഞങ്ങൾ ഓണം കഴിഞ്ഞ് വന്നപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അന്ന് മുതൽ എന്നോട് ഇത് ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതിന് പാല് പിഴിഞ്ഞ് അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വെച്ചേർക്കായിരുന്നു. പക്ഷേ ഇന്ന് ഏട്ടൻ തന്നെ മറ്റേ തേങ്ങാപ്പാലിന്റെ പാക്കറ്റ് കിട്ടുമല്ലോ, അത് മേടിച്ചു തന്നിട്ട് ഇനിയെങ്കിലും നീ ഉണ്ടാക്കി തായ പറഞ്ഞു. എന്നിട്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കാതിരുന്ന മോശമല്ലേ, അത് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. ശർക്കര നല്ല തിളക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഏകദേശം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഞാൻ കുക്കറിലിട്ട് ഒരു 4-5 വിസിലൊക്കെ അടിച്ചെടുത്തു. ഇത് കുറച്ച് തേങ്ങ അരിഞ്ഞു വെക്കുകയാണ് അവസാനം മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ പരിപ്പ് ഏകദേശം ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം പരിപ്പ് ആഡ് ചെയ്യാം. അതിൽ കുറച്ച് നിറയും. അപ്പം ഈ ശർക്കരയുടെ അളവൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ ആ 3 കട്ട ശർക്കരയും ഉരുക്കിയിട്ട് ഈ പരിപ്പിലോട്ട് ആഡ് ചെയ്തു. മാതാജിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇത്ര അങ്ങോട്ട് വേണ്ട, കുറച്ചും കൂടി ഒന്ന് കുറുകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറുകിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങ അങ്ങനെ കുഞ്ഞിതാക്കി അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. മധുരം കുറച്ച് കൂടുതലായിരുന്നു, അത്ര ശർക്കര വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നന്നായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.